ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വരെ സ്വാഗതം. നമ്മൾ DLS നമ്മുടെ ടീം അനുസരിച്ച് ഗൈസ് നമ്മുടെ ടീം പറയുന്നത് ഇതാണ്: മർമോഷ്, ഓയർസബൽ, ഗൺസലാസ്, മാർഷൽ, അങ്ങനത്തെ അടിപൊളി പ്ലേയേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ ടീം ഇപ്പം ഇങ്ങനെയാണ്. ബെസ്റ്റ് ടീമാണ്, അടിപൊളിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം ലൈക്കും സബ്സ്ക്രൈബുമാണ്. ഇത് ടീം ഓഫ് 2025 ബെസ്റ്റാണ്. അടിപൊളി ടീമൊക്കെയാണ് നമ്മുടെ മാലി, എംബാപ്പെ, കെയ്ൻ അങ്ങനത്തെ ഒക്കെ. പിന്നെ ട്രാൻസ്ഫർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. നമ്മളിതിലിപ്പോൾ ആരെയും മേടിച്ചിട്ടില്ല. മേടിക്കണം, പൈസ അത്ര അല്ല, അതാണ് സംഭവം. ഇതാണ് നമ്മുടെ എംബാപ്പൻ്റെ, ഒൽമൻ്റെ, ഡിമാർക്കോൻ്റെ ഒക്കെ പാക്ക്. അത് നല്ല പാക്കായിരുന്നു. നമ്മൾ ക്ലാൻസ് എന്നൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് എന്താ മനസ്സിലായില്ല. പിന്നെ ബ്രോൺസ് കപ്പ് വെച്ചാൽ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, കളിച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഡിവിഷനാണ്. അതിൽ ഓർസബൽ ഒരു കളിയിൽ 5 ഗോള്. ഈ രണ്ടാമത്തെ കളി കളിക്കാൻ പോവുകയാണ്. ഇതും കളിച്ചിട്ടില്ല, UCLും കളിച്ചിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ അക്കാഡമി ഡിവിഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു മാച്ച് കളിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ടീമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും കളിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പ്ലെയർ കൊടുത്തു, പക്ഷെ അവർക്ക് ത്രോ ബോൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ നമുക്ക് ത്രോ ബോൾ അറിയാം. നമ്മൾ ത്രോ ബോൾ എറിയുമ്പോൾ നമ്മൾ അഹ്നാറിന് കൊടുത്തിട്ടുണ്ട്. അഹ്നാർ ഉള്ളിലേക്ക് പാസ് കൊടുത്തു, പക്ഷെ എതിർ ടീം ഡിഫൻസ് ബ്ലോക്ക് ചെയ്തു. നമ്മുടെ നീക്കോ കൊണ്ടുപോകുന്നുണ്ട്. ഓയർസബൽ നന്നായിട്ട് എടുത്തു, ഗോൾ അടിച്ചിട്ടുണ്ട്. ഓയർസബൽ സിമ്പിളായിട്ടൊരു ഗോൾ അടിച്ചു. നല്ല സ്പീഡ് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഓയർസബലിന് വെട്ടി, മർമോഷിനെയും വെട്ടി. എഡ്വാർഡ്സ് ബോൾ എടുത്തിട്ടുണ്ട് നൈസിൽ. എഡ്വാർഡ്സ് മർമോഷ് പാസ് കൊടുത്തു, പക്ഷെ പ്ലെയറിൻ്റെ കാല് തട്ടിപ്പോയില്ല. പിന്നെ മർമോഷിൻ്റെ എല്ലാം എത്തിയിട്ടുണ്ട്. മർമോഷ് ഉള്ളിൽ പാസ്, ഒരു ഹെഡ്, മനോഹരമായ ഹെഡ് ചെയ്തിട്ട് ഓയർസബൽ ഗോളാക്കിയിട്ടുണ്ട്. നല്ല ഗോളായിരുന്നു. മർമോഷിൻ്റെ ക്രോസും ഗോളൊക്കെ നല്ലൊരു ഗോൾ. അവർ പിന്നെ ടച്ച് ചെയ്യാൻ പോവാണ്. 19 മിനിറ്റ് ആയിട്ടുള്ളൂ. മാർഷലിൻ്റെ ബോൾ കിട്ടി. മാർഷൽ റെയിൻബോ എടുത്തിട്ട് പോയി. പോകുന്നുണ്ട് മാർഷൽ. ഒരു ക്രോസ് വന്നു ഓയർസബൽ ഒരു പവർഫുൾ ഷൂട്ട് ചെയ്തിട്ട് ഗോളാക്കിയിട്ടുണ്ട്. മനോഹരമായ ഹാട്രിക് ഇട്ടിട്ടുണ്ട് ഓയർസബൽ. മാർഷലിൻ്റെ അസിസ്റ്റുകാരനാണ് ഹാട്രിക് ഒക്കെ പെട്ടത്. നമ്മൾ അവർക്കൊന്നും കൂടി ഇപ്പോൾ ടച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഓയർസബൽ റൺ ചെയ്യുന്നുണ്ട്, പറ്റില്ല. കിട്ടി. ഓയർസബലിൻ്റെ ബോൾ കിട്ടി. ത്രോ ആക്കൂല നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഓയർസബൽ റെയിൻബോ എടുത്തിട്ട് പോകുന്നുണ്ട് ഗൈസ്. സിമ്പിളായിട്ട് റെയിൻബോ എടുത്തിട്ട് പോയി. മർമോഷ് നല്ല പാസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ മർമോഷ് അടിച്ചില്ല. മർമോഷിനെ സിമ്പിളായി അവൻ വെട്ടി. അവർ ത്രോയിനാണ് നോക്കാം. ത്രോയിന് എഡ്വാർഡ്സിനെ അവിടെ വീഴ്ത്തിയിട്ടു, പക്ഷെ ഫൗളല്ല, പുഷാണ്. അപ്പം നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫൗള് വെറുതെ പോയി. ഞാൻ അറിയാണ്ട് ടാക്കിൾ ചെയ്ത് വെച്ചു. അവൻ്റെ ഒരു ബോൾ പോലും ഇല്ല, അറിയാണ്ട് പോയി ടാക്കിൾ ചെയ്തു. എഡ്വാർഡ്സ് ഒരു നല്ല ബോൾ, പക്ഷെ എതിർ ടീം ബ്ലോക്ക് ചെയ്തു. നമ്മുടെ ടീമത്തെ ബോൾ എടുത്തിട്ടുണ്ട്. ഓയർസബൽ മർമോഷ് ഓയർസബൽ ഇതൊക്കെ കൊണ്ടുപോകുന്നു. ഷൂട്ട്, ഗോൾ. 4 ഗോൾ ഓയർസബൽ അടിച്ചിട്ടുണ്ട് ഹാഫ് ടൈം ആളുടെ മുമ്പ്. അപ്പോൾ ഇത് ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നല്ല കളി തന്നെയാണ് കാണിച്ചു വെച്ചത് മർമോഷും ഓയർസബലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചാൽ അവരോട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. മർമോഷ് ഉള്ളിലേക്ക് ഓയർസബലിനും, പക്ഷെ അവൻ്റെ ടീം ബ്ലോക്ക് ചെയ്തു. പിന്നെ അവർ ഒരു ത്രൂ ബോൾ നോക്കി, പക്ഷെ നമ്മുടെ ഡിഫൻസ്
അത് വിട്ടില്ല. നല്ല ഹെഡ് പാസ് ആയിരുന്നു. ഓർസബൽ അത് നൈസിലെടുത്തു അടിച്ചു. പക്ഷെ അവരുടെ കീപ്പർ നല്ലൊരു മനോഹരമായി സേവ് ചെയ്തു. മർമൂഷ് ഒരു കോർണർ, പക്ഷെ കോർണർ വെളിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അനോർ ഓയർസബിലേക്ക് വാട്ട് എ ഹെഡ് മാൻ. സിമ്പിളായിട്ടൊരു ഗോൾ ഇട്ടിട്ടുണ്ട് ഓയർസബില്. മെല്ലെ ഇട്ട് കൊടുത്തു. നല്ല ഹെഡ് പാസ് ആയിരുന്നു. ഓയർസബിൽ രണ്ടാമത്തെ അട്ടയെ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് പോയിട്ടുള്ളൂ. മെല്ലെ അടിച്ചു കൊടുത്തു ഗൈസ്. അപ്പോൾ അതാ നീക്കോ ടാക്കിൾ ചെയ്തിട്ട് അത് ത്രോ ഇൻ ആക്കിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ പോപ്പോവിക്കിൻ്റെ ഇരുന്ന് നമ്മുടെ മർമൂഷ് എടുത്തിട്ടുണ്ട്. മർമൂഷ് ഉള്ളിലേക്ക് ഒരു പാസ് ഓയർസബലിലേക്ക്. ഓയർസബൽ ജസ്റ്റ് മിസ് ഗൈസ്. നല്ല ഷൂട്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ മർമൂഷ് ത്രൂ പാസ് കൊടുക്കാൻ നോക്കി, പക്ഷെ കൂടുതൽ പവറിൽ പോയി. അതാണ് സംഭവം നടന്നത്. അപ്പോൾ നമ്മുടെ ഓയർസബൽ രണ്ടാമത്തെ സേവ് ആയിരുന്നു ഓയർസബലിൻ്റെ നമ്മുടെ പ്ലെയർ സേവ് ചെയ്തത്. അടിപൊളി കീപ്പറായിട്ടുണ്ട് അവൻ്റെ കീപ്പർ. പക്ഷെ നമ്മളിവിടെ 5 ഗോളിന് ലീഡിനുണ്ട്, അതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഒരു ട്രൈ ചെയ്തു, പക്ഷെ കയറുന്നില്ല. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ അടിക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ മേതിന് നമ്മൾ വീഴ്ത്തിയിട്ടു അറിയാണ്ട് ഓയർസബൽ ഹെഡ് വെച്ചപ്പോൾ ഒരട്ടി. നൈസ് ഗോൾ. ബാറിൽ തട്ടി നേരെ ഉള്ളിലേക്ക് കയറി ഗൈസ്. ഡബിൾ ഹാട്രിക് അടിച്ചിട്ടുണ്ട് ഗൈസ് ഓയർസബൽ. നല്ല ഒരു ലോങ് റേഞ്ചർ ഗോളായിരുന്നു. നോക്കുകയാണെന്ന് അവിടെ 19 ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, 64 സ്പീഡും. നല്ല ഗോളായിരുന്നു. നോക്കുകയാണെന്ന് മാർഷലിൻ്റെ നേരെ ഓടിപ്പോയി ആ എതിർ ടീമിൻ്റെ എല്ലാം ബോൾ കിട്ടി. അപ്പോൾ 80-ാം മിനിറ്റ് ആയിട്ടുണ്ട്. 6-0 നമ്മൾ നോക്കുമ്പോൾ. മർമൂഷ് ഇത് ഓയർസബലിലേക്ക്. ഓയർസബൽ ജസ്റ്റ് മിസ് ഗൈസ്. ഓയർസബലിൻ്റെ 3 ഇതാണ് മിസ്സായിട്ടുള്ളത്, പുറത്ത് പോയിട്ടുള്ളത്. ഓയർസബൽ പിന്നെയും അടിച്ചു ഗൈസ്. കീപ്പർ സീനുണ്ട് ഗൈസ് ഇവൻ്റെ. അപ്പോൾ മർമൂഷിൻ്റെ ഒരു കോർണർ നേരെ ഓയർസബൽ. യെസ്, വാട്ട് എ ഗോൾ. മൈക്കിളിൻ്റെ ഒരു ഹെഡ് വെക്കാൻ നോക്കി, കീപ്പർ സേവ് ചെയ്തു. നേരെ ഒരു അടി അടിച്ചിട്ടുണ്ട് നമ്മുടെ ഓയർസബൽ. 89-ാം മിനിറ്റ് ആയി. 90-ാം മിനിറ്റ് ആവും. യെസ് ഗൈസ്, +2 ആണ് മിനിറ്റ്. ഓയർസബൽ ഒന്നും കൂടി കൊണ്ടുപോകുന്നത് മർമൂഷിലേക്ക്. പക്ഷെ പോപ്പോവിക്ക് ഡിഫെൻസ് ചെയ്തു. അപ്പോൾ ഗൈസ് ഫുൾ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഓയർസബലാണ് നമ്മളിവിടെ മാൻ ഓഫ് ദ മാച്ച്. 10.0 ആണ്. നല്ല കളിയായിരുന്നു ഗൈസ്. നമ്മൾ ക്ലൈമൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ വന്നിട്ടും കൂടി ഉണ്ട്. ഗൈസ് നമ്മൾ അതൊക്കെ സെറ്റാക്കി ഗൈസ്. അപ്പം നമ്മൾ ടീമിന് പവർ കൊടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ല പവർ കൊടുക്കണം ഗൈസ്. പവർ കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത കളിയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ട് കുറേ ദിവസം ഇഞ്ചറിയിലായിരിക്കും. അപ്പോൾ നമ്മൾ പെനാൾട്ടിയൊക്കെ നമ്മുടെ ഓയർസബലിനും ക്യാപ്റ്റനും ഓയർസബലിനും കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ലെഫ്റ്റ് കോർണറും പെനാൾട്ടിയും ഓയർസബലിനും എടുത്തിട്ടുണ്ട്. ഫ്രീ കിക്കും റൈറ്റ് കോർണറും മർമൂഷിലേക്ക്. ക്യാപ്റ്റൻ നമുക്കൊന്ന് മാറ്റണം. ക്യാപ്റ്റൻ നമ്മുടെ ഗൊൺസലാസിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.